20 വർഷം നീണ്ട ലൈഫ് ഗാർഡ് ജോലിയിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് കണ്ണൂരിലെ ചാൾസൺ ഏഴിമല. പയ്യാമ്പലം ചാൽ ബീച്ചുകൾ അപകടത്തിൽപ്പെട്ട 50-ലേറെ പേരെയാണ് ചാൾസൺ കടലിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. ജോലിയിൽ നിന്ന് വിരമിച്ചാലും നീന്തൽ പരിശീലകനായി ജലാപകടങ്ങൾക്കെതിരെ പൊരുതാനാണ് ചാൾസന്റെ തീരുമാനം. ഗർജിക്കുന്ന കടലലകൾക്കുമേൽ അപായ സൂചനയുടെ വിസിൽ മുഴക്കിയ 20 വർഷങ്ങൾ പിന്നിടുന്നു. കടലിന്റെ കലിയിൽ പൊലിയുമായിരുന്ന 50-ലേറെ ജീവനുകൾ തിരികെ കരയിലേക്കെത്തിച്ച ഓർമ്മകൾ തിരകളെക്കാൾ വേഗത്തിലാണ് മനസ്സിൽ ആർത്തലയ്ക്കുന്നത്. ആ ഓർമ്മകളുമായി ചാൾസൺ ഏഴിമല പയ്യാമ്പലം തീരത്തോട് വിട പറയുകയാണ്. ഓർത്തെടുക്കാൻ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. സ്വന്തം ജീവൻ കടലമ്മയോടുള്ള വിശ്വാസത്തിൽ പണയം വച്ച് മറ്റുള്ളവർക്ക് പുതുജീവനേകിയ മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ. എല്ലാം നല്ല നിലയിൽ മനസ്സിൽ തട്ടി നിൽക്കുന്ന ഓർമ്മകളാണ്. എന്നാലും മറക്കാനാകാത്ത 2-3 അനുഭവങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് പ്രധാനമായിട്ടും നമ്മളുടെ പയ്യാമ്പലം ബീച്ചിൽ ഒരു കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വന്ന ഒരു 18ഓളം വിദ്യാർത്ഥികൾ വന്നു. അതിനകത്ത് 4 പേര് ഇവിടെ അപകടത്തിൽപ്പെടുകയുണ്ടായി. അപ്പോൾ ആ 4 പേര് വന്നതിനകത്ത് 3 പേർക്ക് വലിയ പ്രശ്നമില്ലാതെ കൊണ്ടുവരികയും ഒരാൾ സീരിയസ് ആണെങ്കിലും അയാളുടെ ജീവൻ രക്ഷിക്കാനുമായിട്ട് കഴിഞ്ഞ ഒരു ഓർമ്മ മറക്കാനാകാത്ത ഒരു അനുഭവമായിട്ട് നിലനിൽക്കുകയാണ്. പട്ടിണിക്കാലത്ത് കുടുംബം പോറ്റാൻ കഷ്ടപ്പെടുന്ന അമ്മയെ സഹായിക്കാനാണ് ചാൾസൺ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതും നീന്തൽ പഠിക്കുന്നതും. പുഴയുടെ ആഴങ്ങളിൽ മുങ്ങി മണൽ വാരിയത് സ്വന്തം ജീവിതം സുരക്ഷിതമാക്കാനായിരുന്നു. പിന്നീട് എപ്പോഴോ മറ്റുള്ളവരുടെ ജീവൻ സുരക്ഷിതമാക്കുക എന്നതാണ് തന്റെ ദൗത്യമെന്ന് തിരിച്ചറിഞ്ഞ് ലൈഫ് ഗാർഡ് ജോലിയിലേക്കെത്തി. ചെറുപ്പത്തിലെ വെള്ളത്തോടൊരു മോഹമായിരുന്നു, ഇഷ്ടമായിരുന്നു. ഞാൻ 12 വയസ്സുള്ള സമയത്തും ജീവിതമാർഗം എന്നുള്ള നിലയിലേക്ക് അമ്മയെ സഹായിക്കാനായിട്ടായിരുന്നു ഈ നീന്തൽ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ചെറുപ്പത്തിലെ കായലിൽ, അഷ്ടമുടി കായലിലൊക്കെ നീന്താറുണ്ടായിരുന്നു. ഒരു 3, 4, 5 മണിക്കൂറോളം ഒക്കെ തുടർച്ചയായിട്ട് ആ സമയത്ത് നീന്തിയിട്ടുണ്ട്. പിന്നീട് അതൊരു ജീവിതമാർഗം എന്നുള്ള നിലയിലേക്ക് എന്ന് പറയുമ്പോഴും ഞാൻ ഈ ജോലിക്ക് 2007 കയറുമ്പോൾ, ഏകദേശം ഈ 20 വർഷം മുമ്പ് ജോലിയിൽ കയറുന്ന സമയത്ത് അന്ന് നമ്മുടെ വളപട്ടണം പുഴയിൽ മണൽ വാരുന്ന ഒരു ജോലിയായിരുന്നു. ശമ്പളമില്ലാത്ത കാലത്തും ആത്മാർത്ഥതയോടെ ജോലി ചെയ്യാൻ പയ്യാമ്പലത്ത് ചാൾസൺ ഉണ്ടായിരുന്നു. മികച്ച ലൈഫ് ഗാർഡിനുള്ള പുരസ്കാരം ഉൾപ്പെടെ തേടിയെത്തിയത് ഈ അർപ്പണബോധത്തിനുള്ള അംഗീകാരമായിരുന്നു. ലൈഫ് ഗാർഡ് ജോലിയിൽ നിന്ന് വിരമിച്ചാലും കൂടുതൽ പേരെ ശാസ്ത്രീയമായി നീന്തൽ പഠിപ്പിച്ച് അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കാനുള്ള ഉദ്യമവുമായി മുന്നോട്ടു പോകാനാണ് ഈ ജലരക്ഷകന്റെ തീരുമാനം. കടലിനെ സ്നേഹിച്ച ചാൾസൺ ലൈഫ് ഗാർഡ് ആയതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ലൈഫ് ഗാർഡ് ആയതിനു ശേഷം ചാൾസൺ സൃഷ്ടിച്ചത് ചരിത്രവുമാണ്. കണ്ണൂർ പയ്യാമ്പലത്ത് നിന്നും മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം.